ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവായുടെ 18ാം ഓർമ്മ പെരുന്നാൾ നാം ഇന്ന് ആചരിക്കുകയാണ്. ഏതാണ്ട് 38 വർഷക്കാലത്തോളം കൊല്ലം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായി 1953 മുതൽ ശുശ്രൂഷ ചെയ്യുകയും മലങ്കര സഭയുടെ കാതോലിക്ക എന്ന നിലയിൽ 1991 മുതൽ 14 വർഷക്കാലത്തോളം സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. 90-ാം വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. സംഭവവിപുലമായ ആ ജീവിതത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും വളരെ അടുത്ത് പരിചയമുള്ളതാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഓർമ്മിക്കുകയാണ്. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ആരാധനാ ജീവിതത്തിലെ നിഷ്ഠയാണ്. എത്രമാത്രം കർശനമായിട്ട് തന്നെയാണ് ആരാധനാ കാര്യങ്ങൾ നിർവഹിക്കുവാൻ തയ്യാറായത്. ഒരു വൈദികനായി റോമിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് 1980 എന്ന് എനിക്ക് തോന്നുന്നു, ജർമ്മനിയിൽ ബീലഫീൽഡിൽ കുറുലോസ് തിരുമേനിയായി അവിടെ വന്ന് ഒരു കഷ്ടാനുഭാഷ നടത്തി. അന്നാണ് ഞാൻ തിരുമേനിയെ കൂടുതലായി അടുത്ത് പരിചയപ്പെടുന്നത്. ആ ഒരാഴ്ച കാലത്തോളം ആ കഷ്ടാനുഭവ ആഴ്ചയിലുണ്ടായ ഭാഗഭാഗിത്വം ഇന്നും അദ്ദേഹത്തോട് ഉള്ളതായ ആരാധനയുടെ ആ സമർപ്പണം, അതിൽ അദ്ദേഹം കാണിച്ച നിഷ്ഠ, അതിൽ വൈദികരായിരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തതായ കാര്യങ്ങൾ, രാത്രി എത്ര വൈകിയാലും കഷ്ടാനുഭാഴ്ചയിലെ ആരാധനാക്രമങ്ങൾ വരവണ്ണം വെട്ടാതെ എല്ലാം നിർവഹിക്കുന്നതിനും, വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് ആരാധനയുടെ മുഴുവൻ കാര്യങ്ങളും യാതൊരു മടിയും കൂടാതെ നിർവഹിക്കുകയും, ഇത്രയും പ്രായമുണ്ടായിരുന്നിട്ടും ഒരു കുമ്പിടിയിൽ പോലും നഷ്ടമാകാതെ എല്ലാം നിർവഹിക്കുകയും ചെയ്ത് അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ആരാധന എത്രമാത്രം ദൈർഘ്യമായാലും അതൊരു സന്തോഷമായിട്ട് കണക്കാക്കുക. ഒരിക്കലൊരു പള്ളി കൂദാശ കഴിഞ്ഞ് ഏതാണ്ട് 12 മണി കഴിഞ്ഞപ്പോൾ താഴേക്കിറങ്ങി വന്നപ്പോൾ ഏതാണ്ട് ഏറെ പേര് തിരുമേനി പ്രാർത്ഥിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. ഓരോരുത്തരെയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ നിര നീണ്ട പടിഞ്ഞാറോട്ട് മാറി വികാരിയച്ഛൻ വന്ന് ജനങ്ങളോട് പറഞ്ഞു, തിരുമേനി കാപ്പി കുടിച്ചിട്ട് വരട്ടെ, പ്രാർത്ഥിക്കാം. തിരുമേനി വികാരിയച്ഛനെ വഴക്ക് പറഞ്ഞു, എടൂ അവിടെ നിന്ന് മാറിപ്പോകണം, ഇവർക്ക് വേണ്ടിയാണ്. അത്രയും ആരാധനയുടെ ആ മഹത്വം താൻ തിരിച്ചറിയുകയും അതിൽ യാതൊരു മടിയുമില്ലാതെ നിർവഹിക്കുവാനിടയായതും എന്നും മായാത്ത സ്മരണകളാണ്. മൂറോൻ കൂദാശയിലും സയ്യിത്ത് കൂദാശയിലും മെത്രാന്മാരുടെ പട്ടം കൊടുക്കയിലുമൊക്കെ അദ്ദേഹത്തോടൊപ്പം വളരെ അടുത്ത് നിന്ന് ശുശ്രൂഷകളിൽ സംബന്ധിക്കുവാനിടയായിട്ടുണ്ട്. അവിടെയൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അലിഞ്ഞു ചേരുന്ന ഒരനുഭവം
അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അത്രയുമെല്ലാം നിർവഹിച്ചാലും ഒരിക്കൽ മൊറോൻ കൂദാശ കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ തിരുമേനിമാരടുത്ത് നിന്നവരൊക്കെ വളരെ അനുഗ്രഹകരമായ മൊറോൻ കൂദാശ നിർവഹിച്ചു. എന്നിട്ട് 3 മണിയോടുകൂടിയായി. രാവിലെ തുടങ്ങിയതാണ്. കഴിഞ്ഞപ്പോൾ തിരുമേനി വളരെ സുസ്മേരവദനായിട്ട് മദ്ബഹായിൽ വെച്ച് തിരുമേനിക്കൊരു ക്ഷീണവുമില്ലല്ലോ എന്ന് ആരോ പറഞ്ഞപ്പോൾ ഇനി ഒരു മൂറാം കൂദാശ കൂടെ വേണേ തുടങ്ങാം എന്ന് പറയുക. ആരാധനയിലുള്ളതായിരിക്കുന്ന പരിപൂർണമായ ഇഴുകിച്ചേരൽ തിരുമേനിയിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു പാഠമായിരുന്നു. അങ്ങനെ അനേക ഉദാഹരണങ്ങൾ ആരാധനയിലുള്ള നിഷ്ഠയെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. അതുപോലെ രണ്ടാമത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ആത്മീയ ധിഷണാശക്തിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ശക്തിയിൽ നിർവഹിച്ചതായ ഭരണപാഠവും എന്നുള്ളത്. തിരുമേനിയുടെ വൈദികർ തിരുമേനിയെ സ്നേഹിക്കുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ ആത്മീയമായിരിക്കുന്ന ശക്തി കണ്ട് തിരിച്ചറിഞ്ഞവരാണ്. ആ ആത്മീയ ശക്തിയുടെ വലിയ വലിപ്പമാണ് യഥാർത്ഥത്തിൽ കൊല്ലം ഭദ്രാസനത്തെ മാത്രമല്ല മലങ്കര സഭയെ മുഴുവനും തന്നുള്ളതായ സ്നേഹത്തിലും ഭക്തിയിലും വൈദികരെയും ജനങ്ങളെയും പിടിച്ചു നിർത്തുവാൻ കാരണമായത്. അതുമാത്രമല്ല, ആ ആത്മീയമായ ശക്തി, ആ ധിഷണാശക്തിയാണ് കേരളത്തിലെ മറ്റെല്ലാ സഭകളെയും നിലയ്ക്കൽ എക്യുമെനൽ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായി അദ്ദേഹത്തെ ആക്കുന്നതിനും മാത്രമല്ല, അദ്ദേഹം കാലം ചെയ്യുന്നതുവരെയും ഓരോ സമയത്തും അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അവരെല്ലാവരെയും കൂട്ടി ഇംഗ്ലണ്ടിലും പ്രത്യേകിച്ച് യൂറോപ്പിലും റോമിലുമെല്ലാം അദ്ദേഹം നിലയ്ക്കൽ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി നിന്നുകൊണ്ട് യാത്ര ചെയ്ത സമയങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എത്രമാത്രം ഭയത്തോടും ഭക്തിയോടും കൂടിയാണ് മറ്റെല്ലാ സഭകളിലും ഉള്ളവർ തിരുമേനിയോട് ഇടപെട്ടത്. അപ്പോൾ സ്വന്തം സഭയിലുള്ളവർ മാത്രമല്ല, മറ്റെല്ലാ സഭാവിഭാഗങ്ങളിലും മതങ്ങളിലുമുള്ളവർ എത്രമാത്രം ഭക്തിയോടുകൂടി അത് സ്വീകരിച്ചിരുന്നുവെന്ന് ഓർക്കുക. NSSൻ്റെ ആസ്ഥാനത്ത്, അതുപോലെ ശിവഗിരി മഠത്തിൻ്റെ ആസ്ഥാനത്ത്, ശാന്തിഗിരിയിൽ അങ്ങനെ അദ്ദേഹം പോകാത്തതായ മതസൗഹാർദ്ദത്തിൻ്റെ രംഗങ്ങളൊന്നുമില്ല. അവിടെയെല്ലാം തൻ്റെ ആത്മീയമായ ഒരു ശക്തി, ധിഷണാശക്തി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവരെയെല്ലാം സഭയുമായി ഒരുമിച്ച് നിർത്തി സഭയുമായുള്ള സ്നേഹബന്ധത്തിൽ നിർത്തുവാനായിട്ട് കഴിഞ്ഞത്. തൻ്റെ ഭദ്രാസന ഭരണവും ഒക്കെ നടക്കാൻ 1991 സ്ഥാനമേറ്റെടുത്ത ഏപ്രിൽ മാസം 29 തീയതിക്ക് പിറ്റേ ദിവസമാണ് ഏപ്രിൽ മാസം 30 തീയതി ഞങ്ങൾ 5 പേര് മെത്രാപ്പൊലീത്തന്മാരായി വാഴിക്കുന്നത്. അതിനുശേഷം കോട്ടയം സെൻട്രൽ ഭദ്രാസനത്തിൻ്റെയും കണ്ടനാട് ഭദ്രാസനത്തിൻ്റെയും ഇടുക്കി ഭദ്രാസനത്തിൻ്റെയും 3 ഭദ്രാസനങ്ങളുടെ സഹായ മെത്രാപ്പൊലീത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിൽ 2 വർഷത്തേക്ക് ഞാൻ സേവനമനുഷ്ഠിച്ചു. ആ സമയത്ത് വൈദിക സെമിനാരിയെ ഞാൻ പഠിപ്പിക്കുമ്പോൾ എന്നും തന്നെ മിക്കവാറും ദിവസങ്ങൾ അദ്ദേഹം വിളിച്ച് ദേവലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ 3 ഭദ്രാസനങ്ങളെയും ഓരോ പള്ളികളെയും വൈദികരെയും കുറിച്ച്
നേരിട്ട് ചോദിക്കും. ആത്മീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ചോദിക്കും. അവിടെയെല്ലാം ആ ഭരണപരമായിരിക്കുന്ന കാര്യങ്ങളിലുള്ള ഒരു വലിയ കാര്യപ്രാപ്തി, കാര്യശേഷി, അതെല്ലാം അദ്ദേഹം ആർജിച്ചെടുത്ത ഒരാത്മീയ ധിഷണാശക്തിയിൽ നിന്നാണ്. അപ്രകാരം അന്വേഷിക്കുവാനും ചോദിക്കുവാനും അതെങ്ങനെ നടക്കുന്നുവെന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള താല്പര്യം. അതാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. മൂന്നാമത്, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സമ്പത്ത് എന്ന് പറയുന്നത് തൻ്റെ ദൗത്യബോധത്തിലുള്ള അല്ലെങ്കിൽ ദൗത്യത്തെക്കുറിച്ചുള്ളതായ ആത്മാർത്ഥതയാണ്. എത്രമാത്രം സ്കൂളുകളും കോളേജുകളും ആശ്രമങ്ങളും കോൺവെൻറ്റുകളുമാണ് അദ്ദേഹം സ്ഥാപിച്ചത്. ഇതെല്ലാം മലങ്കര സഭയിൽ ഇന്ന് കാണുന്നതിൽ ഒരു നല്ല ഭാഗവും പരിശുദ്ധ ബാവാതിരുമേനി അച്ഛനായിരുന്ന കാലത്തും മെത്രാച്ചനായിരുന്ന കാലത്തുമൊക്കെ സ്ഥാപിച്ചതായ ആശ്രമങ്ങളും കോൺവെൻറ്റുകളുമാണ്. ഇത്രയധികം സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചതായ ഒരു കാതോലിക്ക ബാവായും മലങ്കര സഭയിലുണ്ടായിട്ടില്ല. അങ്ങനെ അതിനെല്ലാം കാരണമായി തീർന്നത് അതിലുള്ളതായ തൻ്റെ ആത്മാർത്ഥതയാണ്. ഇത് ദൈവത്തിൻ്റേതാണ് എന്നുള്ളതായ ബോധ്യത്തോടുകൂടെ തൻ്റെ സർവശക്തിയും പണവും കഴിവും ആരോഗ്യവും എല്ലാം അതിനുവേണ്ടി ചെലവഴിക്കുകയാണ്. അതിനെല്ലാം തന്നെ സഹായിക്കുവാനുള്ള ആളുകളെ ദൈവം അദ്ദേഹത്തിന് ഓരോ സ്ഥലത്ത് കൊണ്ടില്ല. രാഷ്ട്രീയ മേഖലയിലായിരുന്നാലും സാമുദായിക മേഖലയിലാണെങ്കിലും മറ്റെല്ലാ തലത്തിൽ നിന്നും സഭാംഗങ്ങളും അല്ലാത്തവരുമെല്ലാം അദ്ദേഹത്തെ സഹായിച്ചത് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കണ്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം വൈകിട്ട് തിരുമേനിയെ കാണുവാൻ ഞാൻ ചെന്നപ്പോൾ തെക്ക് ഏതോ ഒരു സ്കൂളിലെ ചുമതല വഹിക്കുന്ന സ്കൂളിൻ്റെ പണികളോ മറ്റോ ഒക്കെ നടക്കുന്ന ഒരാൾ അവിടെ വന്നു. തിരുമേനിയോട് ഏതോ സ്കൂളിൻ്റെ കാര്യത്തിനൊക്കെ പണം വാങ്ങിക്കാൻ വരിക. ഞാനവിടെ നിൽപ്പുണ്ട്. പണമെടുത്ത് കൊടുത്തു. എത്രയാണ് കൊടുത്തതെന്നൊന്നും എനിക്കറിയില്ല. ഒരു കെട്ട രൂപ എടുത്ത് അദ്ദേഹത്തിൻ്റെ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം വളരെ സ്നേഹമായി സംസാരിക്കുന്ന തിരുമേനിക്ക് അറിയാവുന്നയാളാണ്. പക്ഷേ അദ്ദേഹത്തോട് പറയുന്നൊരു കേടോ, ഇതെൻ്റെ പണമല്ല, ഇത് ദൈവത്തിൻ്റെ പണമാണ്, ഇത് സഭയുടെ പണമാണ്, താൻ ഓർത്തോണം. ഇതിലെന്തെങ്കിലും കുറവ് വന്നാൽ, ഏതെങ്കിലും തരത്തിൽ വ്യത്യാസമായി ചെലവഴിച്ചാൽ ദൈവം തന്നോട് ചോദിക്കും, ഓർത്തോണം. അത്രമാത്രം അതിനെക്കുറിച്ചുള്ളതായ ബോധ്യം, ആത്മാർത്ഥത അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് എവിടെ ചെന്നിരുന്നാലും തൻ്റെ സ്വപ്നങ്ങളൊക്കെ പൂവണിയുവാനായിട്ട് ഇടയാവുന്നു. പെരുമേട് ഒരു എൻജിനീയറിംഗ് കോളേജ് സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പലരും അതിനെ നിരുത്സാഹപ്പെടുത്തി. എന്നാൽ കോട്ടയത്ത് നിന്ന് 2-3 പേരെ തിരുമേനി അതിന് കണ്ടുപിടിച്ചു. അവരാത്മാർത്ഥമായി സഹകരിക്കാൻ തയ്യാറായി. പക്ഷെ പണമില്ല. പണത്തിന് വേണ്ടിയിട്ട് കോലഞ്ചേരിയിൽ നിന്ന് വെച്ചുപാടത്തെ ചാക്കുട്ടിയെ കണ്ടുപിടിച്ചു. ആ എൻജിനീയറിംഗ് കോളേജിന് പണി തീരുന്നതിന് വേണ്ടി, തുടങ്ങിയതുപോലെ തീരുന്നതിന് വേണ്ടി സർവ്വ പണവും ചാക്കുട്ടി ചെലവഴിച്ചു. അദ്ദേഹത്തുള്ള എഗ്രിമെൻ്റ് അങ്ങനെയായിരുന്നു. അതിനുശേഷം എൻജിനീയറിംഗ് കോളേജിൻ്റെ വരുമാനത്തിൽ നിന്ന് ആ പണം മുഴുവനും തിരുമേനി തിരിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ അങ്ങേയറ്റവും അല്ലേ ആത്മാർത്ഥത. തൻ്റെ സ്വപ്നങ്ങളെന്തോ അത് യാഥാർത്ഥ്യമാകുവാൻ ആത്മാർത്ഥമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തന ശൈലിയാണ് അദ്ദേഹത്തിനുണ്ടായത്. പക്ഷേ ആത്മാർത്ഥത പലപ്പോഴും പലർക്കും
പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സംശയമൊന്നുമില്ല. ഒരിക്കലൊരു വൈദികൻ സന്യാസാശ്രമത്തിൽ ചേർന്നയാളാണ്, പ്രവർത്തിച്ചിരുന്നയാളാണ്. തിരുമേനിയുടെ തന്നെ ഒരു സന്യാസ ആശ്രമത്തിൽ. അദ്ദേഹം വൈദികനായില്ല, ശമ്മാശനായിരുന്നു. വൈദിക സെമിനാരി പഠനമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ് ബാബാതിരുമേനിയുടെ അടുത്ത് വന്നു. കാരണവശാൽ ഞാനവിടെ ഉണ്ട്. ആ സമയത്ത് അദ്ദേഹം വന്ന് എന്തിനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ശമാശൻ ഞാൻ പഠിപ്പിച്ച ആളായതുകൊണ്ട് വന്നു. തിരുമേനി അയാളെ കണ്ട ഉടനെ തന്നെ വഴക്ക് തുടങ്ങി. ഞാനോർത്ത് ഇതെന്താ കാര്യം. വഴക്ക് തുടങ്ങി. ഒന്നും പറയുന്നില്ല, വളരെ ശക്തമായി വഴക്ക് പറയും. കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന് ആശ്രമം വിട്ട് വിവാഹ ജീവിതത്തിന് പോകാൻ ആഗ്രഹിക്കും. അപ്പോൾ ഈ ആശ്രമ ജീവിതത്തോടും ആശ്രമങ്ങളോടും ആശ്രമ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തോടുമൊക്കെ അദ്ദേഹം കാണിച്ചിരുന്നത് ഒരു ആത്മാർത്ഥത. ഓതറയിലെ ഏഞ്ചലച്ചനായിട്ട് തുടങ്ങിയതായ ആശ്രമ ജീവിതം അത് മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിച്ച് ഓതറയിലും ചെങ്ങമനാടും എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും അതിൽ നിന്ന് ആരെങ്കിലും മാറുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയവേദനയാണ്. അദ്ദേഹത്തിനെ കൊല്ലുന്ന തരത്തിലുള്ളതായ വേദനയാണ്. ആ വേദന കൊണ്ടാണ് അദ്ദേഹം ആ ശമാശന വഴക്ക് പറയുന്നത് ഞാൻ കേട്ടു. എനിക്കത് മനസ്സിലായി. എങ്കിലും അദ്ദേഹം ഒരിക്കലും എതിർത്ത് നിന്നില്ല. ആശ്രമ ജീവിതത്തെക്കുറിച്ചുള്ളതായ ആ ബോധ്യത്തോടുകൂടി വഴക്കെല്ലാം പറഞ്ഞെങ്കിലും അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അനുവദിച്ചു വിടുകയാണ് ചെയ്തത്. പറഞ്ഞതന്നും ആ പിതൃവാത്സല്യത്തിൽ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടുവെങ്കിലും അതേസമയത്ത് ആശ്രമ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹത്തെയും അവിടെ നിന്ന് എന്നെയും ഒക്കെ ഓർമ്മപ്പെടുത്തുവാൻ വേറെ പലരും ഉണ്ടായിരുന്നു. ഓർമ്മപ്പെടുത്താൻ പറഞ്ഞത് തൻ്റെ ദൗത്യ നിർവഹണം എന്തായിരുന്നാലും, അത് വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും ആശ്രമ ജീവിതത്തിനെവിടെയായിരുന്നാലും സഭയുടെ പ്രവർത്തനത്തിലായാലും മാനേജിംഗ് കമ്മിറ്റിയിലായിരുന്നാലും തൻ്റെ ആത്മാർത്ഥത ആർക്കും ചോദ്യം ചെയ്യുവാൻ സാധ്യമല്ലാത്ത രീതിയിൽ ശ്രേഷ്ഠമായിരുന്നു എന്നുള്ളത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ആരാധനയുള്ള നിഷ്ഠ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ആത്മീയമായിരിക്കുന്ന ഒരു ശക്തി നമുക്കില്ല എങ്കിൽ ഒരിക്കലും ഒരിടത്തും ആരെയും ദൈവവുമായിട്ട് അടുപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമുക്കുള്ളതായ വീക്ഷണങ്ങളും ഒക്കെ നല്ലതായിരിക്കാം, പക്ഷേ അതിനങ്ങേയറ്റം ആത്മാർത്ഥതയുണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആ പിതാവിൻ്റെ ഓർമ്മ നമുക്ക് അനുഗ്രഹമാണ്.